യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ, ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കയില്ല എന്ന് ഉറപ്പു തന്നവൻ, സ്വന്തമായി നടക്കാൻ പോലും കഴിയാതെ കിടക്കയിൽ കിടന്ന പക്ഷപാതക്കാരന്റെ നിസ്സഹായ അവസ്ഥ ഒറ്റപ്പെടൽ യേശു കാണുന്നു. യേശു ഉപേക്ഷിച്ച് കളയാതെ വീണ്ടെടുത്തു. അവന്റെ പാപങ്ങൾ മോചിച്ചു. എഴുന്നേറ്റ് സൗഖ്യത്തോടെ വീട്ടിലേക്ക് പോകുവാനിടയായി. സ്വത്തെല്ലാം നശിപ്പിച്ചു പന്നിയെ മേയ്ക്കുന്ന അവസ്ഥയിൽ വിശന്നു വലഞ്ഞ അനാഥനെ പോലെ ആരും തുണയില്ലാതെ തിരികെ വന്നപ്പോൾ അപ്പൻ അവനെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്നു. മനുഷ്യരാശിയുടെ മുഴുവൻ വിടുതനായി സ്വന്തം ജീവൻ നൽകി ലോകരക്ഷകനായി മാറിയ യേശു ക്രിസ്തു ആശ്വാസകനും തുണയുമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇപ്പോഴും കൂടെയുണ്ട്. ഭൗതികമായ എല്ലാ തണലുകളും നഷ്ടപ്പെട്ടാലും ദൈവം നമ്മെ തനിച്ചാക്കില്ല. സങ്കടങ്ങളെ ശക്തിയേകാൻ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് ഉറപ്പു തന്നവൻ, ലോകത്തിൽ എത്ര തന്നെ കഷ്ടമുണ്ടെങ്കിലും ലോകത്തെ ജയിച്ചവൻ, എല്ലാ നാളും കൂടെയുണ്ട്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവോ? നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ. ധൈര്യപ്പെടുക, നമ്മെ അവൻ കാണുന്നു. എല്ലാ കഷ്ടങ്ങളും മാറും. അവൻ ഇരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തും. യേശുക്രിസ്തു വീണ്ടും വരും. അവനോടൊപ്പം നാം വസിക്കും. നമുക്ക് അവനായി കാത്തിരിക്കാം. ഏവരും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.